Hello guys, welcome back to my channel. holidaycrewstudios എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടിപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പല കൂട്ടുകാരും നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ നമുക്കൊരു കരോക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്കതേ കുറേ സൈറ്റുകളുണ്ട്. നമുക്ക് കരോക്കെ ഇങ്ങോട്ട് അവർക്ക് മേടിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് പൈസ അടയ്ക്കേണ്ടി വരും. അതായത് 1000 രൂപയ്ക്കാണ് അവർ കുറച്ച് കരോക്കിനൊക്കെ ചോദിക്കണേ. ഇപ്പോൾ പള്ളികളിലായാലും പല കരോക്കെ നമുക്ക് പല ആവശ്യത്തിന് ആവശ്യം വരുന്ന ഒന്നാണ് ഈ കരോക്കെ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ഒന്നും ചിലവില്ലാണ്ട് ഫ്രീ ആയിട്ട് എങ്ങനെ കരോക്കെ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ സാധാരണ വീഡിയോയിലൊക്കെ ആൾക്കാർ കരോക്കെ മാത്രമേ കാണിക്കാറുള്ളൂ. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന കരോക്കെ മാത്രമല്ല, വേറെ കുറേ പേർക്ക് ഹെൽപ്ഫുൾ ആയ കുറച്ച് ടിപ്സും കൂടിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സോങ്ങിൽ നിന്ന് കരോക്കെ എക്സ്ട്രാക്ട് ചെയ്യാം. അതുകൂടാതെ നമുക്ക് കുറച്ചിട്ട് ഡ്രം ഇല്ലാതാക്കാം. ഒരു സോങ്ങിൽ നിന്ന് ഡ്രം ഇല്ലാതെ, പിന്നെ ഇൻസ്ട്രുമെന്റ്സ് ഇല്ലാതെ, ബേസ് ഇല്ലാതെ, പിന്നെ വോക്കൽസ് മാത്രം ഇല്ലാതെ, അപ്പോൾ പല സ്റ്റെംസ് ഒക്കെ നമുക്ക് എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ അപ്പോൾ നടക്കുന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ ഫസ്റ്റ് ലഭിക്കും. ഓക്കെ ഗൈസ്, നമ്മുടെ സബ്ജക്റ്റ് ഇത്രേ ഉള്ളൂ. എങ്ങനെ ഒരു സോങ്ങിൽ നിന്ന് കരോക്കെ എക്സ്ട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡ്രംലെസ് ആക്കാം. ഡ്രംലെസ് അങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. ഇതിനുവേണ്ടി നമ്മളൊരു സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. നമുക്ക് ഒരു 2 മിനിറ്റ് കൊണ്ട് ഒരു സോങ്ങിൻ്റെ കരോക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എല്ലാ സോങ്സിൽ നിന്നും കരോക്കെ നമുക്ക് നെറ്റിൽ അവൈലബിൾ അല്ല, യൂട്യൂബിലൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ ചില സോങ്സിൻ്റെയൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ വേറെ വഴിയില്ല. അപ്പോൾ പല സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പല പിള്ളേർ പാട്ടൊക്കെ പാടാൻ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനത്തെ കരോക്കെ കിട്ടാതെ ചില പാട്ടുകളൊന്നും അവർ പാടാറില്ല. അപ്പോൾ കരോക്കെ തപ്പി അവർ പോകാറുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് എവിടെയും തപ്പിപ്പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ കരോക്കെ ഉണ്ടാക്കാം, ഡ്രംലെസ് ഉണ്ടാക്കാം. ഡ്രംലെസ്സിൻ്റെ ഉപകാരം എന്താ വെച്ചാൽ ഡ്രമ്മേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഉപകാരം. അവർക്ക് ഡ്രം വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാനും യൂട്യൂബിൽ എടുത്തിടാനും ഡ്രംലെസ് ആക്കി പല കൂട്ടുകാരും, എനിക്ക് കുറേ കൂട്ടുകാരുണ്ട് ഡ്രം ചെയ്യുന്നത്. അപ്പോൾ അവരെന്നോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഈ സോങ്ങിന് ഡ്രംലെസ് ആക്കി തരുമോ, ഇതുപോലെ ഈ സോങ്ങിന് ഡ്രംലെസ്. അപ്പോൾ അവർക്ക് ഡ്രം റിമൂവ് ചെയ്ത് അവർക്ക് വീട്ടിൽ പ്രാക്ടീസ് ചെയ്ത് സ്വന്തമായിട്ട് വീഡിയോ ഇറക്കാൻ പറ്റും. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിരിക്കുക, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, നമ്മളിന്ന് കരോക്കെ റിമൂവ് ചെയ്യുന്ന ഡ്രംലെസ്സും കരോക്കെയൊക്കെ എങ്ങനെ എടുക്കാം എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ സോ ഗൈസ്, ഇതിനു വേണ്ടി നമുക്ക് ഇതുവരെ ഇറങ്ങിയാക്കുന്ന 2 സോഫ്റ്റ്വെയറാണ്. നമുക്ക് ഭയങ്കര ഫേമസ് ആയ 2 സോഫ്റ്റ്വെയറുകളാണ്. ഒന്ന് നമുക്ക് ഞാൻ പറയുകയാണെങ്കിൽ DJ Pro AI എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറാണ്. അൽഗോരിതം എന്ന് പറഞ്ഞൊരു കമ്പനി ഇറക്കുന്ന സോഫ്റ്റ്വെയറാണ്. അത് മുമ്പ് ഇറക്കിയ എഡിഷനൊക്കെ അതും നമുക്ക് വിൻഡോസിലും പിന്നെ ആൻഡ്രോയിഡിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനായിരുന്നു. മൊബൈലിലും ഉണ്ട്, കമ്പ്യൂട്ടറിലും ഉണ്ട്, അങ്ങനെ കുറച്ച് പ്ലാറ്റ്ഫോംസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷനായിരുന്നു. പക്ഷേ 2020 അവർ പുതിയൊരു വെർഷനായിട്ട് വന്നിരിക്കുകയായിരുന്നു. അതായത് ഏകദേശം കഴിഞ്ഞ മാസം പുതിയൊരു വെർഷനായിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഇതിനൊരു ഫീച്ചർ കൊണ്ടുവന്നേക്കുവാണ്, എക്സ്ട്രാ AI ഫീച്ചർ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫീച്ചർ കൊണ്ടുവന്നേക്കുവാണ് ഈ ഒരു ആപ്പിന്. അതായത് നമുക്ക് കരോക്കെയും ഡ്രംസൊക്കെ ലൈവായിട്ട് ഇപ്പോൾ DJ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാനുള്ളൊരു ഫീച്ചർ കൊണ്ടുവന്നേക്കുവാണ്. ഡ്രം മാത്രമല്ല, നമുക്ക് അതിൻ്റെ സ്റ്റെംസ് എല്ലാം നമുക്ക് ഒറ്റയടിക്ക് മ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡ്രംസ് മ്യൂട്ട് ചെയ്തിട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രമായിട്ട് ഇടാം, ഇൻസ്ട്രുമെൻറ്റ്സ് മ്യൂട്ട് ചെയ്തിട്ട് ഡ്രംസ് മാത്രമായിട്ട് ഇടാം. അങ്ങനെ ബേസ്, അങ്ങനെ എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എക്സ്ട്രാക്ഷൻ ഇതിനകത്ത് പോസിബിളാണ്. ഇതുപോലെ തന്നെ ഈ ആപ്പ് ഇറങ്ങിയ സമയത്ത് തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട, നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു സോഫ്റ്റ്വെയറാണ് വിഷ്വൽ DJ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. അപ്പോൾ നമ്മളെല്ലാവരും ഉപയോഗിച്ചിരുന്ന ഒരു സോഫ്റ്റ്വെയറാണ് വിഷ്വൽ DJ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. അപ്പോൾ ഈ 2 ആപ്പിനും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കേട്ടിട്ട് ഈ 2 ആപ്പ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. വിഷ്വൽ DJ നമുക്കറിയാം വളരെ ഫുൾ ഫ്രീ ആണ്, വളരെ ഈസിയാണ് ഉപയോഗിക്കാൻ. നമുക്ക് വേറൊരു ടെൻഷനും ഇല്ല ഈ സാധനം ഉപയോഗിക്കാം. വിഷ്വൽ DJ നമുക്ക് എല്ലാവർക്കും ഉപയോഗിച്ച് പരിചയമുള്ളതാണ്. പക്ഷേ DJ Pro AI എന്ന സോഫ്റ്റ്വെയർ നമുക്കൊരു സബ്സ്ക്രിപ്ഷൻ വരുന്നുണ്ട്, അതിനകത്ത് പെയ്ഡാണ്. പിന്നെ അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്താ വരുന്നതെന്ന് വെച്ചാൽ രണ്ടിലുള്ള ഡിഫറൻസ്, ഈ DJ Pro AI അതായത് പുതിയ വെർഷൻ ഇറങ്ങിയാക്കുന്ന വെർഷൻ നമുക്ക് ഐപാഡിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് ആപ്പിളിൻ്റെ ഐപാഡിൽ മാത്രമേ നമുക്കിതിന് സപ്പോർട്ടബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ വേറെ വിവരങ്ങളൊന്നും കമ്പനി വിട്ടിട്ടില്ല, നമുക്ക് വേറെ വല്ല ഡിവൈസസിൽ പറ്റുമെന്നൊന്നും. ഐപാഡിൽ മാത്രമാണ് അവർ ഫസ്റ്റ് എനേബിൾ ചെയ്താക്കുന്നത്. പക്ഷേ ഇതിന് മുമ്പത്തെ വെർഷൻ നോക്കിയാൽ വിൻഡോസിലും മാക്കിലും എല്ലാ പ്ലാറ്റ്ഫോംസിലും ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വിഷ്വൽ DJ അറിയാം. വിഷ്വൽ DJ വെച്ച് നോക്കുവാണെങ്കിൽ വിഷ്വൽ DJ എല്ലാ പ്ലാറ്റ്ഫോംസിലും പോസിബിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം വിഷ്വൽ DJ എല്ലാ പ്ലാറ്റ്ഫോംസിലും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈവൻ മൊബൈലിൽ വരെ അതിൻ്റെ ഒരു കൺട്രോളർ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ വിഷ്വൽ DJ ആണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് തന്നെ. അപ്പോൾ നമുക്ക് വിഷ്വൽ DJ നേരിട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ വിഷ്വൽ DJയിൽ സൗണ്ട് ക്വാളിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റി തന്നെ ഇരുന്നുണ്ട്. നമ്മളിപ്പോൾ യൂട്യൂബിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന കരോക്കെയുടെയും ഡ്രംസിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് വിഷ്വൽ DJയിൽ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ വിഷ്വൽ DJ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിഷ്വൽ DJ 2021 എന്ന് പറഞ്ഞ വെർഷനിലാണ് ഈ ഒരു ഫീച്ചർ വന്നാക്കുന്നത്. വിഷ്വൽ DJ
2021. അതായത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന വിഷ്വൽ ഡിജെ 2018 എന്ന് പറഞ്ഞ വെർഷനാണ്. ഇപ്പോൾ 2021 അഡ്വാൻസ്ഡ് വെർഷൻ. ഈ വെർഷനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല, ഒരു അടിപൊളി വെർഷൻ തന്നെയാണ്. എക്സ്റ്റേണൽ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയാക്കുന്ന ഒരു വെർഷൻ വിഷ്വൽ ഡിജെ 2021 എന്ന് പറഞ്ഞ വെർഷനാണ്. അപ്പോൾ ഇത് മുമ്പ് കണ്ടിട്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ കണ്ടാൽ മതി. അപ്പോൾ ഇത് കാണാത്തവർക്കും അറിയാത്തവർക്കും വേണ്ടിയാണ് ഈ ഒരു ഫീച്ചർ ഞാൻ പറയുന്നത്. ഇത് രണ്ടും ഒരുമിച്ചാണല്ലോ ഈ സോഫ്റ്റ്വെയർ ഇറങ്ങിയത്. അതായത് DJ Pro AI എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ വിഷ്വൽ ഡിജെ ഒരേ ഡേറ്റിലാണ് ഇറങ്ങിയത്, ഒരേ ടൈമിങ്ങിലാണ് ഇത് റിലീസ് ചെയ്തത്. അപ്പോൾ അന്ന് തന്നെ ഞാൻ ഈ സോഫ്റ്റ്വെയർ ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടായി. എന്നിട്ട് ഇതിൻ്റെ എന്തോരം ക്വാളിറ്റി ഞാൻ കമ്പയർ ചെയ്യാൻ പറ്റും നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറ്റുവാണെങ്കിൽ DJ Pro AIയുടെ ഒരു റിവ്യൂ ചെയ്യുന്നതാണ്. സോ ഗൈസ്, നമ്മളിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വിഷ്വൽ ഡിജെ സാധാ പോലെ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഒരു അടിപൊളി പുതിയ സ്കിൻ വന്നിട്ടുണ്ട്. അപ്പോൾ 2 ഡെക്കാണ് നമുക്കുള്ളത്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് ഡെക്കിലേക്ക് നമ്മളൊരു സോങ് ഡ്രാഗ് ചെയ്തിടുകയാണ്. ഡ്രാഗ് ചെയ്തിടുമ്പോൾ നമുക്കിവിടെ ഫുള്ളൊരു ഡാർക്കായിട്ടൊരു ഇൻ്റർഫറൻസ് കാണാൻ പറ്റും. സോങ് ഇപ്പോൾ ലോഡായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ലോഡ് ചെയ്താക്കുന്ന സോങ് ഐ ആം വാക്കിംഗ് അലോൺ എന്നാണ്. പക്ഷേ ഇവിടെ ഫുള്ള് ഡാർക്കാണ്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഫുള്ള് ഡാർക്ക് ബ്ലൂ ആണ് ഇവിടെ വന്നേക്കണത്. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാർക്ക് ബ്ലൂ പോയിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും പെട്ടെന്ന് തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും ഇവിടെ. അപ്പോൾ ഇതുപോലെ ഈ ഡാർക്ക് ബ്ലൂ ഫുൾ ലൈറ്റ് ഷെയ്ഡ് ആയാലേ അത്രയും ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് കരോക്കെ അല്ലെങ്കിൽ ഡ്രംലെസ് അല്ലെങ്കിൽ ബേസ് സ്റ്റെംസ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സോങ് നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുള്ളൊരു സോങ് ആയിരിക്കും ഞാൻ പ്ലേ ചെയ്യുന്നത്. Walking alone, the streets are empty. The only thing I can see is my own silhouette. I'm getting stronger, step by step. The clock is ticking. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ മിക്കവരും കേട്ടിട്ടുള്ള സോങ്സാണ് NCSൻ്റെ ഐ ആം വാക്കിംഗ് അലോൺ എന്ന് പറഞ്ഞ സോങ്, നോൺ കോപ്പിറൈറ്റ് സോങ്സിൻ്റെ ഒരു സോങ്ങാണ്. അപ്പോൾ വളരെ നല്ലൊരു സോങ്ങാണ്. അപ്പോൾ ഇതിനകത്ത് നല്ല ready to hear. നമുക്ക് കേൾക്കാൻ പറ്റുന്ന വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ സോങ്ങിൻ്റെ ആണ് ഇന്ന് നമ്മൾ സ്റ്റെംസ്, അതായത് നമ്മുടെ ബേസും ഇതൊക്കെ റിമൂവ് ചെയ്ത് എത്രമാത്രം ക്വാളിറ്റി കിട്ടുന്നുണ്ടെന്നൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക. അപ്പോൾ വളരെ സിമ്പിളാണ്. ഏതൊരു വിഷ്വൽ ഡിജെ ഉപയോഗിക്കാൻ അറിയില്ലാത്തവർക്ക് വരെ ഇത് ഈസി ആയിട്ട് ഉപയോഗിക്കാം, ഈസി ആയിട്ട് കരോക്കെ എടുക്കുക. അപ്പോൾ സിംഗേഴ്സിനൊക്കെ ഭയങ്കര ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്യുക. സോ ഗൈസ്, നമ്മുടെ ഇപ്പോൾ ഇവിടം വരെ ആ ലൈറ്റ് ബ്ലൂ ലോഡായി വന്നിട്ടുണ്ട്. ഇനി ഇത്തിരിയും കൂടി വരാനുണ്ട്. ഈ ലൈറ്റ് ബ്ലൂ ലോഡാവണം നിങ്ങളുടെ റാമിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. കാരണം എൻ്റെ ഇപ്പോൾ ഒരു 8 GB റാമുള്ളതാണെങ്കിൽ ഇതേ സ്പീഡിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് വരുന്നതാണ്. ഇപ്പോൾ ഒരു 2 GB 3 GB ഒക്കെ സ്പീഡുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് ലാഗ് അടിക്കാൻ സമയമുണ്ട്. ഇപ്പോൾ ഇതൊരു 25-30 സെക്കൻഡ്സിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ആവുന്നതാണ് ഇത് ഫുള്ള്. പക്ഷേ നമ്മുടെ 2 GB റാം കുറഞ്ഞ ഇതിലാണെങ്കിൽ ഇതിന് ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫറൻസിന് നല്ല റാം എടുക്കുന്നൊരു സോഫ്റ്റ്വെയറും കൂടിയാണ് വിഷ്വൽ ഡിജെ. അപ്പോൾ ഇതിന് കുറച്ച് ടൈം എടുക്കും, ഒരു 2 minutes എങ്കിലും മിനിമം എടുക്കും ഇത് ഇങ്ങനെ ലൈറ്റ് ബ്ലൂ ആയിട്ട് വരാൻ. ഈ ലൈറ്റ് ബ്ലൂ എന്ന് വെച്ചാൽ അത് എക്സ്ട്രാക്ട് ചെയ്യണതാണ്, ഒരു സെപ്പറേഷൻ ചെയ്യണതാണ് ഓരോ സ്റ്റെംസായിട്ട് ബേസ് കിക്കൊക്കെ ആയിട്ട് ഇത് എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഇപ്പോൾ നമ്മുടെ കഴിയാതായത് ഇപ്പോൾ കഴിയും ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ റിമൂവ് ചെയ്യണ സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമുക്കിവിടെ സാധാ പോലെ നമ്മുടെ ഒരു DJയുടെ കൺട്രോളിലുള്ള പോലെ തന്നെ ഇതുപോലെ ഹോട്ട് ക്യൂസ് സ്ലൈസർ സാമ്പിളർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തായിട്ട് നമുക്ക് ഇതുവരെ കാണാത്തൊരു ഫീച്ചറാണ് സ്റ്റെംസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ വന്നേക്കണം. അതിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം: വോക്കൽ, ഇൻസ്ട്രുമെൻറ്റ്, ബേസ്, കിക്ക്, ഹാറ്റ്. അപ്പോൾ ഇങ്ങനെ 5 ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വോക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വോക്കൽ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതിലും ടാപ്പ് ചെയ്യുക. ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് റിമൂവ് ചെയ്യണമെങ്കിൽ ഇതിലും ടാപ്പ് ചെയ്യുക. ബേസ് ആണെങ്കിൽ ഇതിൽ ടാപ്പ് ചെയ്യുക. ഇനി കിക്ക് ആണെങ്കിൽ ഇതിൽ ടാപ്പ് ചെയ്യുക. ഹാറ്റ് ആണെങ്കിൽ ഇതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് ചെറിയൊരു ടെസ്റ്റ് നടത്താം. ഞാനിപ്പോൾ സോങ് ഒന്ന് പ്ലേ ചെയ്യാൻ പോകുന്നത് വോക്കലാണ് റിമൂവ് ചെയ്യാൻ ടെസ്റ്റ് നോക്കാൻ പോകുന്നത്. ഗൈസ്, നമുക്കിപ്പോൾ കാണാൻ പറ്റും പെർഫെക്റ്റായിട്ട് ആ വോക്കൽ തന്നെ അവിടെ നിന്ന് ഇല്ലാണ്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഒന്ന് ഓടിച്ചു വിട്ട് നോക്കാം. യെസ് ഗൈസ്, നമ്മുടെ ഒരു വോക്കലിൻ്റെ ഒരു തരി പോലും കേൾക്കുന്നില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സ് ഒന്ന് അപ്പോൾ ഇതുപോലെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്തത്. നമുക്ക് ഇതിൻ്റെ ഡ്രംസ് റിമൂവ് ചെയ്ത് നോക്കാം. ഡ്രംസ് എന്ന് പറയുമ്പോൾ കിക്കും ഹാറ്റും
Need you to I've been flying from town to town. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഡ്രംസും അതിനകത്ത് നിന്ന് റിമൂവ് ആക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തൊന്ന് ചെക്കൗട്ട് ചെയ്യുക. എന്തായാലും സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് ഈ വെർഷൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു ക്ലിക്കിൽ തന്നെ നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ കാണുമ്പോൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ കറക്റ്റ് എഫക്റ്റ് റിമൂവ് ആവണുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏത് സോങ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, ഇതുപോലെ റിമൂവ് ചെയ്യാം. ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഇനി കാണിക്കാൻ പോകുന്നത് ഈ സോങ് നമുക്ക് എങ്ങനെ നമ്മുടെ ഫയലായിട്ട്, അതായത് MP3 ഫയലായിട്ട് കൈ കിട്ടാമെന്നാണ്. അത് സിമ്പിളാണ്. വിഷ്വൽ ഡി ജി ഉപയോഗിക്കുന്നവർക്ക് പലർക്കും മനസ്സിലാക്കി എടുക്കാവുന്നുള്ളൂ. കാരണം ഇതിനകത്ത് മാസ്റ്റർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാം. ഇവിടെ നമുക്ക് ഒത്തിരി 4 സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് മാസ്റ്റർ എന്നൊരു സെക്ഷൻ കാണാൻ പറ്റും. ആ സെക്ഷനിൽ പോയിട്ട് നേരെ ഇവിടെ റെക്കോർഡ് കാണാൻ പറ്റും. അതിനു മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഫയലിന് ഇവിടെ കാണാൻ പറ്റും. ഫയലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫയൽ നെയിം നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, ഏത് പേജിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഫയൽ. പിന്നെ ലൊക്കേഷൻ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഈ ഒരു 3 ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ലൊക്കേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ എൻ്റെ ഡോക്യുമെൻറ്റ്സിലാണ് കൊടുത്തേക്കണേ. ഒന്ന് സേവ് അടിച്ചു. അത് ഓൾറെഡി ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇനി ജസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഫോർമാറ്റ്. ഇപ്പോൾ ഇവർ കൊടുത്തങ്ങനെ ഫോർമാറ്റ് എന്നാൽ വേവ് ഫോർമാറ്റ് ആണ്. അതായത് വിൻഡോസ് ഓഡിയോ ഫോർമാറ്റ് ആണ് വേവ് ഫോർമാറ്റ് എന്ന് പറയുന്നത്, ലെഗസി ആഡിയോ ഫോർമാറ്റ്. അപ്പോൾ നമുക്ക് അത്രയും ഫോർമാറ്റിൻ്റെ ആവശ്യമില്ല. നോർമൽ സോങ് ആണെങ്കിൽ നമുക്ക് MP3 ആണ്. അപ്പോൾ നമുക്ക് MP3 ഉണ്ട്, OGG ഉണ്ട്, FLAC ഉണ്ട്, വേവ് ഉണ്ട്. ഇനി നമ്മൾ വീഡിയോയുടെ ആണ് എടുക്കണമെങ്കിൽ MP4 ഉണ്ട്, വെബ് എന്ന് പറഞ്ഞൊരു ഫോർമാറ്റും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വേവ് ആണെങ്കിൽ നല്ല സൈസൊക്കെ വരുന്നതാണ്, 43 MB ഒക്കെ വരും ഒരു സോങ്ങിൻ്റെ ഇത്. ഇപ്പോൾ MP3 ആണെങ്കിൽ MP3 നമ്മൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മളിത് ക്ലോസ് ചെയ്യുക. MP3 എന്ന് പറയുമ്പോൾ 192 kbps ഇതാണ് വരുന്നത്, ബിറ്റ് റേറ്റ് ആണ് നമുക്ക് വിഷ്വൽ ഡി ജി തരുന്ന ക്വാളിറ്റി. സോ ഗൈസ് നമ്മളിപ്പോൾ ഈ ഫയലിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോങ് സ്റ്റാർട്ടിങ് തൊട്ട് വെക്കുക, പ്ലേ ചെയ്യുന്നതിന് മുമ്പ് റെക്കോർഡൊന്ന് അമർത്തി വെക്കുക. ഇത് നമുക്ക് പ്ലേ ചെയ്യാം. Walking alone, the streets are empty. The only thing I can see is my own silhouette. I'm getting stronger, step by step. The clock is. സോ ഗൈസ് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്ത് കിട്ടുന്നതാണ്. അതായത് നമ്മുടെ ഫയലിൽ തന്നെ റെക്കോർഡ് ചെയ്ത് കിട്ടുന്നതാണ്. നമ്മുടെ ഡോക്യുമെൻറ്റ്സിൽ തന്നെ റെക്കോർഡ് ആവുന്നതാണ്. അതായത് നല്ല രീതിയിൽ തന്നെ ഇത് റെക്കോർഡായി കിട്ടുന്നതാണ്. നല്ല ഹൈ ക്വാളിറ്റി തന്നെ നമുക്കിത് റെക്കോർഡായി കിട്ടും. സോ ഗൈസ് നമുക്കിവിടെ ഒന്നെങ്കിൽ ഈ ഓപ്ഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ മാസ്റ്റർ എന്ന് എഴുതിയാൽ കാണാം, അതിൻ്റെ ഇടയിൽ ഓൺ എന്ന് പറഞ്ഞ ഇത് കാണാം. അപ്പോൾ ജസ്റ്റ് നമ്മളിനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതിനകത്ത് റെക്കോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സോങ് റെക്കോർഡ് അമർത്തുക. ഇനി ജസ്റ്റ് ഒന്ന് സോങ് പ്ലേ ചെയ്യുക. ഞാനിപ്പോൾ ഇതിൻ്റെ റെക്കോർഡ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇവിടെ മാസ്റ്റർ 2 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ റെക്കോർഡിങ്. അപ്പോൾ ജസ്റ്റ് ഇതാണ് നമ്മുടെ ഇപ്പോൾ മാസ്റ്റർ 2 എന്ന് പറഞ്ഞാണിത്. അപ്പോൾ ജസ്റ്റ് ഇതാണ്. ഇപ്പോൾ നമ്മൾ 2 മെത്തേഡ് ഉണ്ട് ഒന്ന് റെക്കോർഡ് ചെയ്യാം. ഒന്ന് നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്യാം. ഇത് മാസ്റ്റർ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ 2 റെക്കോർഡിങ്ങും ഏകദേശം സെയിം ആണ്. നമുക്ക് 2 രീതിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഇതിന് അല്ലാതെ എഡിറ്റ് ചെയ്യാനുള്ള ഫീച്ചർ നമ്മുടെ കയ്യിൽ ഇല്ല. അവർ ഈ സോഫ്റ്റ്വെയർ ശരിക്കും പറഞ്ഞാൽ DJ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കരോക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വെറുതെ വേറെ സൈറ്റ്സിലൊക്കെ പോയി പൈസ കൊടുത്ത് വെറുതെ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതിൽ തന്നെ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾ എവിടെയാണ് ഫയൽ കൊടുത്ത് അവിടെ ആയിരിക്കും ഇതിൻ്റെ റെക്കോർഡഡ് ഫയൽ കിടക്കുന്നത്. അപ്പോൾ വളരെ നല്ല ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. കരോക്കെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഏത് സോങ്ങിൻ്റെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. സോ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. നമുക്ക് എളുപ്പത്തിൽ തന്നെ കരോക്കെ, ഡ്രംലെസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സോങ്ങിൽ നിന്ന് ഏത് സോങ്ങിൽ നിന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാവുന്നതാണ്. അതിപ്പോൾ ഇംഗ്ലീഷ് ആയാലും തമിഴാണും ഹിന്ദി ആയാലും ഏത് സോങ്ങിൽ നിന്ന് നമുക്ക് അതിൻ്റെ കരോക്കെയും പിന്നെ ഡ്രംലെസ്സും എല്ലാം നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് ഈസി ആയിട്ട് വളരെ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ളൂ. വളരെ സിമ്പിളായിട്ട് എടുക്കുകയാണ് നമുക്ക് വിഷ്വൽ DJ എന്ന സോഫ്റ്റ്വെയർ തരുന്നത്. പിന്നെയുള്ള സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ DJ Pro AI എന്നാണ്. അപ്പോൾ നമ്മളിനി വേറെ യൂട്യൂബിലൊന്നും തപ്പണ്ട. നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് തന്നെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ ഡ്രം കവേഴ്സിന് വേണ്ടിയും അല്ലെങ്കിൽ നമുക്ക്
പാടി പഠിക്കാനൊക്കെ നമുക്ക് സോങ്സ് എക്സ്ട്രാ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. ബൈ.